കുടുംബശ്രീ. ആറാട്ടുമണ്ഡപം കുടുംബശ്രീ മിഷന്റെ പരിപാടിയുടെ ഭാഗമായി പാചകത്തിനായി മാംസാഹാരം ആറാട്ടുമണ്ഡപത്തിൽ വെച്ച് പാചകം ചെയ്തു വിളമ്പി. ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ടുമണ്ഡപം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന 4 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയാണ് കുടുംബശ്രീ മിഷന്റേത്. ആരാന്റെ കുട്ടിയുടെ പിതൃത്വം ഞങ്ങൾ എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്ന അമ്മായിയപ്പനും മരുമോനും ഈ പരിപാടിക്കായി വലിയ രീതിയിൽ ഇവന്മാരുടെയൊക്കെ തന്നെ ഫോട്ടോയും പ്രദർശിച്ച് വലിയൊരു സ്റ്റേജ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിന്റെ പിൻവശത്തായിട്ടാണ് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ആറാട്ട് മണ്ഡപത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം പൂർണ്ണമായും വേലി കെട്ടി അടച്ചുകൊണ്ടാണ് ഇപ്പോൾ പാചകത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയ ഇടതന്മാർ ഇതെന്ത് ഭാവിച്ചാണ് നിരന്തരം ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും മാത്രം തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് ഇറങ്ങുന്നതെന്ന് ഹിന്ദു ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പിണറായി ഭരിക്കുന്ന ഇടതു സർക്കാരിന്റെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. ഈ കഴിഞ്ഞ 3 ദിവസവും മത്സ്യവും മാംസങ്ങളും പാചകം ചെയ്തതും അതിന്റെ അവശിഷ്ടങ്ങളടക്കം നിക്ഷേപിച്ചതും ഇവിടെയാണ്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ ആചാര ലംഘനങ്ങൾ തുടർന്നു പോകുന്നു എന്നുള്ളത് അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും ഇടതുപക്ഷം എന്നൊരു മുഖം. പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവ് നശിപ്പിക്കുന്ന രീതിയിലും അലങ്കോലപ്പെടുത്തുന്ന രീതിയിലും ആചാര ലംഘനം നടത്തിക്കൊണ്ട് ക്ഷേത്രം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലും നിലപാട് സ്വീകരിച്ചത് ഇവിടുത്തെ സംഘാടകരാണ്. ഇവർ തീർച്ചയായും ഭക്തരുടെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. മറ്റൊരു വിഭാഗത്തിന്റെ ആചാരങ്ങളോട് ഒരിക്കലും ഇങ്ങനെ കാണിക്കില്ല. കാണിക്കാനുള്ള ഇരട്ടച്ചങ്കൊന്നും ഇവന്മാർക്കില്ല. ഇനി ഇതിനെ ന്യായീകരിക്കാൻ കുറെ അന്തം കമ്മി വെട്ടുകിളികൾ വരും എന്നുള്ളത് മറ്റൊരവസ്ഥ. ഹൈന്ദവ സമൂഹത്തിൻ്റെതായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആചാര ലംഘനങ്ങൾ നിരന്തരം തുടരുന്നത്. ഈ ആചാര ലംഘനത്തിനെതിരെ വിശ്വഹിന്ദു പരിഷത്ത് ശക്തമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി വ്യക്തമാക്കി. നമസ്കാരം, ഞാൻ വിജി തമ്പി. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ശംഖുമുഖം കടപ്പുറത്താണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഭഗവാൻ ആറാട്ടിനായി കടപ്പുറത്തെത്തുന്നത്. ആ ആറാട്ടിന് ഭഗവാൻ എഴുന്നള്ളുന്ന സമയത്ത് തിരുവനന്തപുരം എയർപോർട്ട് പോലും എത്രയോ മണിക്കൂറുകൾ നേരം അടച്ചിടുന്നു. പണ്ടും അങ്ങനെയായിരുന്നു, ഇത്രയും ഫ്ലൈറ്റുകളുള്ള ഈ കാലഘട്ടത്തിലും അങ്ങനെയാണ്. 2 പ്രാവശ്യം അവിടെ വന്ന് കടലിൽ ഭഗവാൻ ആറാടി അവിടുന്ന് ആ മണ്ഡപത്തിലാണ് ഭഗവാനെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും എഴുന്നള്ളിച്ചിരുത്തി മറ്റ് പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കടപ്പുറത്ത് അങ്ങനൊരു മണ്ഡപം രാജാക്കന്മാരുടെ കാലത്തുണ്ടാക്കിയത്. അത് പിന്നെ രാജഭരണം മാറിയതിന് ശേഷം കോർപ്പറേഷൻ അത് ഏറ്റെടുത്തതിന് ശേഷം കോർപ്പറേഷൻ്റെ കീഴിലാണ് ആ മണ്ഡപം എന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും പല രീതിയിലും ആ മണ്ഡപം അനാവശ്യമായ കാര്യങ്ങൾക്കും പല രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും ചില മേയർമാരോട് അത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അതിനു വേണ്ടിയുള്ളതല്ല, അതിൻ്റെ ഒരു പരിഭാവനത നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുതെന്ന്. വേണ്ട രീതിയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞതല്ലാതെ അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇതും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ അവിടെ കുടുംബശ്രീക്കാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ ആ മണ്ഡപത്തിൽ മത്സ്യമാംസാദികൾ വേവിക്കുകയും അവിടെ പാചകം ചെയ്യും, വിതരണം ചെയ്യും. എന്തിന്? ശൗചാലയം വരെ നിർമ്മിച്ചിരിക്കുന്നു. ആ മണ്ഡപത്തിൽ തന്നെ കൈ കഴുകാനും വേസ്റ്റ് കഴുകാനുമുള്ള സ്ഥലങ്ങളും ആ രീതിയിൽ വളരെ മോശമായ രീതിയിലൊരു ആചാര ലംഘനമാണ് ഇപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നത്. നിർഭാഗ്യവശാൽ ഈ ഫുഡ് ഫെസ്റ്റിവൽ ഒന്ന് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാന്യനായ ശ്രീ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു അത്, അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാര്യം ഇത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സ്ഥലമല്ല. ഇത് തീർച്ചയായിട്ടും ഹിന്ദു ഭക്തരുടെ മേൽ തീർച്ചയായിട്ടും ഇത് നടത്തിയിരിക്കുന്നത് ഒരു ആചാര ലംഘനം മാത്രമല്ല, ഇത് ഹിന്ദുക്കളെ അവഹേളിക്കലാണ്, അവമതിക്കലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കാര്യം ഇത് ചെയ്യേണ്ടത് ഈ മണ്ഡപങ്ങൾ രണ്ടും നിർഭാഗ്യവശാൽ ഇന്ന് കോർപ്പറേഷൻ്റെ കീഴിലാണ്. ആ കോർപ്പറേഷൻ്റെ കീഴിൽ നിന്ന് ഈ മണ്ഡപങ്ങൾ രണ്ടും ഒന്നുകിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് ഈ 2 മണ്ഡപങ്ങൾക്കും ചുറ്റും ഇരുമ്പ് വേലി കെട്ടി ഗേറ്റിട്ട് പൂട്ടി. ഇപ്പോൾ ആൾക്കാർക്ക് കാണണമെങ്കിൽ, മണ്ഡപം കാണാൻ വേണ്ടി ഒരുപാട് പേര് സംഗമത്ത് വരുന്നുണ്ട്, കാണണമെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ചുറ്റുപാട് നടന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ആ വേലിക്കെട്ട് ചെയ്തിട്ട് ആ 2 പ്രാവശ്യമുള്ള ആറാട്ടിന് വേണ്ടി മാത്രം ആ സ്ഥലം തുറന്നു കൊടുക്കുക. വേണമെങ്കിൽ ആറാട്ടിൻ്റെ തലേദിവസം വന്ന് അവിടെ വൃത്തിയാക്കിയ ശേഷം അത് തുറന്നു കൊടുത്ത് ആറാട്ട് കഴിഞ്ഞുള്ള പൂജകൾ മാത്രം നടത്തുക, വീണ്ടും പൂട്ടിയിടുക. അതിന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻ അതിന് തയ്യാറായില്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അതിന് തയ്യാറാവണം.
ഇനി അവരും തയ്യാറാവാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള സ്വാഭിമാന ഹിന്ദുക്കളെ എല്ലാം ഒന്നിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് അതിനു വേണ്ടി ഇറങ്ങേണ്ടി വരും. ആരെതിർത്താലും ആ മണ്ഡപങ്ങളെ ഇനി ഒരിക്കലും ഒരു അനാവശ്യം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതിന് വിശ്വഹിന്ദു പരിഷത്തും മറ്റ് ഹൈന്ദവ സംഘടനകളും മുന്നിട്ടിറങ്ങും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ഡപമാണ്. ശ്രീ പത്മനാഭസ്വാമിക്ക് ആറാടാനുള്ള മണ്ഡപമാണ്, മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ വിശ്വഹിന്ദു പരിഷത്ത് ചെയ്യും.